മുടി ശരിക്കും തുവർത്താത്തതുകൊണ്ടായിരിക്കാം അവളുടെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് നിലത്താകെ പടർന്നിരുന്നു. പക്ഷേ ദേവ അതൊന്നും ശ്രദ്ധിക്കുന്ന കൂടെ ഇല്ലായിരുന്നു. അവൾ പുറത്തെ മാവിൻ ചുവട്ടിലായി വന്നിരിക്കുന്ന വിവിധ വർണ്ണങ്ങളോടുകൂടിയ പലതരം പക്ഷികളെ നോക്കി നിൽക്കുന്ന തിരക്കിലായിരുന്നു. ഈ സമയം വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത വർക്കൗട്ട് റൂമിൽ നിന്നും ടർക്കിയിൽ തന്റെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയ മഹേന്ദ്രൻ കാണുന്നത് മാവിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടക്കുന്ന മാങ്ങ പറിക്കാൻ ശ്രമിക്കുന്ന ദേവയാണ്. അവൾ ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് കാല് തന്നെ വീഴുമെന്ന് അവന് തോന്നി. അവന്റെ അലർച്ച കേട്ട് ഞെട്ടിക്കൊണ്ട് ദേവ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന മഹേന്ദ്രനെ. അവളോട് എന്തോ പറയാൻ വേണ്ടി മഹേന്ദ്രൻ കാലെടുത്ത് മുൻപോട്ട് വെച്ചതും നിലത്തവളുടെ മുടിയിൽ നിന്ന് ഇറ്റി വീണ വെള്ളത്തിൽ ചവിട്ടി അവൻ വഴുതി നേരെ നിലത്തേക്ക് വീണുപോയി. ഇത് കണ്ട ദേവ ഭയന്നുകൊണ്ട് വായിൽ കൈവച്ച് അവനെ തന്നെ നോക്കി നിന്നു. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നീട് സ്വഭാവത്തിലേക്ക് വന്ന ദേവ വേഗം മഹേന്ദ്രന്റെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് അവനോട് ചോദിച്ചു, ഞാൻ സഹായിക്കട്ടെ? അല്പം പരിഭ്രമത്തോടെ അവൾ അവനോട് ചോദിച്ചു. സത്യത്തിൽ നല്ലൊരു വീഴ്ച തന്നെയാണ് മഹേന്ദ്രൻ വീണ്. അതുകൊണ്ട് തന്നെ അവൻ ആരുടെയെങ്കിലും സഹായം വേണമായിരുന്നു ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. ഒപ്പം നിനക്കാത്ത വീഴ്ചയായതിനാൽ നട്ടിലിന്റെ ഭാഗത്ത് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളെ നോക്കാതെ തന്നെ ഒന്ന് മൂളി. അവന്റെ മൂളിൽ കേട്ടതും ദേവവേഗ ഇന്ദ്രനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. മഹേന്ദ്രന്റെ ഭാരം ദേവയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും മഹേന്ദ്രനെ ദേവ എഴുന്നേൽപ്പിച്ച് തൊട്ടടുത്തായി കാണുന്ന ചാരുപടിയിലായി ഇരുത്തി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നവൾ അവന്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോയിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കൂ, ഞാൻ താഴെ ചെന്ന് അമ്മയോട് പറയാട്ടോ. അത്രയും പറഞ്ഞ് അവന്റെ മറുപടി കാത്തിൽക്കാതെ ദേവൻ വേഗം താഴോട്ടേക്ക് ഇറങ്ങി ഓടി. ഈ സമയം വേദന സഹിക്കാൻ കഴിയാതെ മഹേന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു. ആരോട് ചോദിച്ചിട്ടാ തന്തേ നിങ്ങൾ അവളെ കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടത്? ജിത്തു വാസുദേവനെ നേരെ കയർത്തുകൊണ്ട് അയാളോടായി ചോദിച്ചു. ഒരു നിമിഷത്തെ അവന്റെ പ്രവൃത്തിയിൽ വാസുദേവനാകെ വിയർത്തുപോയി. തന്റെ സ്വന്തം മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതുപോലെ വല്ലാതെ എക്സെൻട്രിക് ആയിട്ട് പെരുമാറും. അപ്പോൾ മുമ്പിലുള്ള അച്ഛനാണോ അമ്മയാണോ എന്നുള്ളതൊന്നും അവനൊരു പ്രശ്നമുള്ള കാര്യമില്ല. അല്ല, അത് പിന്നെ മോനെ, ആ പെണ്ണ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് നിങ്ങളൊക്കെയാണോ സമ്മതം നൽകേണ്ടത്? ഞാൻ അവളുടെ ഭർത്താവാൻ പോകുന്നവനാ. അപ്പൊ എന്നോടായിരിക്കണം അവൾ സമ്മതം ചോദിക്കേണ്ടത്, അല്ലാതെ നിങ്ങളോടോ ഈ തറവാട്ടിലുള്ളവരോടോ അല്ല. കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് വരുന്ന സിഗരറ്റ് വലിച്ചൂതി വിട്ടുകൊണ്ട് അവൻ ആക്രോശിച്ച് വാസുദേവനോട് പറഞ്ഞു. എന്തായാലും അവള് പഠിക്കാൻ പോയില്ലേ, ഇനി പഠിക്കട്ടെ. പിന്നെ നിന്റെ കേസും വക്കാണവും തീർന്നിട്ടില്ലല്ലോ അല്ലേ? വാസുദേവൻ അല്പം ഭയമുണ്ടെങ്കിലും ജിത്തുവിനെ നോക്കി അവനെ മയപ്പെടുത്താൻ വേണ്ടിയെന്നോണം അയാൾ അവനോട് ചോദിച്ചു. ആ ഉരുപ്പെട്ടവളുടെ ഒരു പഠിപ്പ് നിങ്ങൾക്കറിയോ തന്തേ? അവളിപ്പോ ആ കോളേജിലില്ല. അവളെ ഞാൻ ആ ഹോസ്റ്റലിലും അന്വേഷിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞ അഡ്രസ് പ്രകാരമാണെങ്കിൽ അവളിപ്പോ ഹോസ്റ്റലിലോ കോളേജിലോ ഒന്നുമില്ല, എവിടെയോ തിരിഞ്ഞ് നടക്കുക മോള്. മുറുകിയ മുഖത്തോട് ജിത്തു വാസുദേവനോട് പറഞ്ഞു. എന്റെ ദേവി, ചതിച്ചോ? നീ എന്തൊക്കെയാ ജിത്തു ഈ പറയുന്നേ? മുറിയുടെ വാതിൽ തള്ളി തുറന്ന അകത്തേക്കര ശ്രീകല ഞെട്ടിക്കൊണ്ട് ജിത്തുവിനോട് ചോദിച്ചു. ശ്രീകലയെ കണ്ടതും ജിത്തു വേഗം മുഖത്ത് നിഷ്കളങ്ക ഭാവം വരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു. അതെ ആന്റിയുടെ മകളെന്ന് പറയുന്നവൾ നമ്മളെല്ലാവരും ചതിച്ചുകൊണ്ട് എവിടെയോ തിണ്ടി തിരിഞ്ഞടക്കുക. കൊച്ചിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടതാ. എന്നാ സ്നേഹപൂർവ്വം എന്റെ ജിത്തേട്ട എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പുണരേണ്ടതിന് പകരം അവളെന്നെ കണ്ട് ഓടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന ഭയത്തോടെ അവൾ ഇറങ്ങി ഓടിയതായിരിക്കില്ലേ? തന്റെ കൈകൾ ജനവാതിലിന്റെ അഴികൾ പിടിച്ചുകൊണ്ട് മുഖത്ത് ദുഃഖം ഭാവിച്ച് ജിത്തു ശ്രീകലയോട് പറഞ്ഞു. അതിനിടയിൽ തന്നെ അവർ കാണാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിയാൻ അവൻ മറന്നില്ല. ജിത്തു പറയുന്ന കേട്ടതും ശ്രീകല ആകെ നാണം കേട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇങ്ങനത്തെ ഒരു നശൂലത്തെ ആളും എനിക്ക് മകളായി ദൈവം തന്ന് കുടുംബത്തെ പറയിപ്പിക്കാനുണ്ടായ അസത്ത്. മാധവനല്ലായിരുന്നോ അവളെ പഠിപ്പിക്കാൻ ശുഷ്കാന്തി? ഇപ്പൊ കണ്ടില്ലേ? അവൻ ഇവിടെ ഇല്ലാതായി പോയി. 4 വർത്താനം ഞാൻ അവനോട് പറഞ്ഞേനെ. സാരിയിൽ കൈകൾ തെറിപ്പിടിച്ചുകൊണ്ട് ശ്രീകല മുറുകിയ മുഖത്തോടെ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വിട്ടാ പറ്റില്ല ജിത്തു മോനെ, കണ്ടുപിടിച്ചിരിക്കണം അവളെ, ഇവിടെ കൊണ്ടുവരണം. മതി അവളുടെ പഠിത്തം. നിന്നെ കണ്ടിട്ട് അവൾ ഓടണമെങ്കിൽ എന്തൊരു കള്ളത്തിൽ എന്തായാലും ഉണ്ട്. നീ എന്തായാലും കൊച്ചിയിലേക്ക് തന്നെയല്ലേ പോകുന്നത് മോനെ. നിന്റെ സ്വാധീനം വെച്ച് അവൾ അവിടെയും അരിച്ചു പൊറുക്കണം. മതി അവളുടെ പഠിപ്പ്. അവളിവിടെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച തന്നെ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരും. ശ്രീകലയാ പറയുന്നത്. മോൻ എന്തായാലും ഒന്ന് വിശ്രമിക്ക്. ഇത്രയും ദൂരം നിന്ന് യാത്ര ചെയ്ത് വന്നല്ലേ. എന്ത് ചെയ്യാം, ഈ അപ്പച്ചിയോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാണ് നീ ആ ഉരുമ്പട്ടവൾ വിവാഹം കഴിക്കുന്നതെന്ന് എനിക്കറിയാം. മോൻ അല്പസമയം തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്കും നിനക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കട്ടെ. അത്രയും പറഞ്ഞ് ശ്രീകല പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ പോയതും ജിത്തു വാതിലടച്ച് തിരിഞ്ഞു.
അവന്റെ അപ്പോഴത്തെ വന്യതയാർന്ന മുഖം കണ്ട് വാസുദേവൻ പോലൊന്ന് പരിങ്ങിപ്പോയി. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം? കണ്ടില്ലേ അപ്പച്ചി പോലും മൂക്കും കുത്തി വീണത്? ജിത്തു സ്ത്രീകളെ മനസ്സിലോർത്ത് പുച്ഛിച്ചുകൊണ്ട് വാസുദേവനോട് പറഞ്ഞു. അത് പിന്നെ അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഒന്നുമില്ലേലും നീ എൻ്റെ മകനല്ലേ? അയാൾ വളരെ അഭിമാനത്തോടെ തലയുയർത്തിക്കൊണ്ട് ജിത്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തായാലും അവളുടെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞല്ലോ അവളെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഇത് തന്നെയാ പറ്റിയ അവസരം. എത്രയും പെട്ടെന്ന് നീ അവളെയും കൊണ്ട് ഇവിടെ എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്താൻ പറ്റുള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മളെല്ലാം കോടീശ്വരന്മാരാവും. ഒന്നും രണ്ടുമില്ല, കോടികളുടെ ആസിയ പെണ്ണിൻ്റെ തന്തയുടെ പേരിലുള്ളത്. സ്ത്രീകൾ അവൻ്റെ തറവാടായിട്ടുള്ള ബന്ധം അവൻ ചത്തോടുകൂടി ഒഴിവാക്കിയെങ്കിലും സ്വത്തുക്കളെല്ലാം പെണ്ണിൻ്റെ പേരിലുണ്ടെന്ന് വൈകിയ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാ ഇത്രയും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടും നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ഈ കണ്ട അടവുകളെല്ലാം എടുത്ത പോലും. പിന്നെ സ്ത്രീകൾക്ക് ഇതിൽ ചെറിയൊരു നേട്ടമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് നേട്ടം? ജിത്തു കണ്ണുകൾ കുറിക്കൊണ്ട് അയാളോട് ചോദിച്ചു. അതൊന്നും നീ അറിയണ്ട. അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ തന്നെ നിന്നോട് പറയും. ഇപ്പൊ നീ ഒന്ന് വിശ്രമിക്ക്. പിന്നെ സ്ത്രീകളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? വാസുദേവന്റെ മുഖത്ത് ആ ചിരിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ജിത്തുവിലുമുണ്ടായിരുന്നു ഒരു വന്യതയാർന്ന പുഞ്ചിരി. ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മഹേന്ദ്രന് പൂർണ്ണ റെസ്റ്റാണ് പറഞ്ഞ്. തൽക്കാലത്തേക്ക് ദേഹം അനക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവനിപ്പോൾ പൂർണ്ണമായി ബെഡിൽ വിശ്രമത്തിലാണ്. എങ്ങനെ പറ്റിയതാ മോനെ? അവിടെയൊന്നും വെള്ളം ഞാൻ കണ്ടില്ലല്ലോ, അവന്റെ അമ്മ അവനോട് ചോദിച്ചു. ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് ദേവ മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് സാറിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ സമയം മഹേന്ദ്രൻ അവളെ നോക്കി. പേടിച്ചരണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടത് അവൻ അവളെ നോക്കി. പിന്നീട് തന്റെ അമ്മ സൗഭാഗ്യയോടായി പറഞ്ഞു. അവനെന്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്റെ കെയർലെസ് മൂലം താഴെ വെള്ളം വീണ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ കാല് തന്നെ പോയതാ. ഒരു നിമിഷം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു. ഞെട്ടിക്കൊണ്ട് ദേവ അവന്റെ മുഖത്തേക്ക് നോക്കി. മഹേന്ദ്രൻ സാറിന്റെ സ്വഭാവം പോലെയല്ല മഹേന്ദ്രന്റെ അമ്മ സൗഭാഗ്യക്ക് എന്ന് അവരുമായി അടുത്തിടപഴകിയപ്പോൾ ദേവയ്ക്ക് തോന്നി. അർജുന്റെയും വരുണിന്റെയും അമ്മ മഹേശ്വരി അമ്മയെപ്പോൾ തന്നെയാണ് സൗഭാഗ്യം. വളരെ പതിഞ്ഞ പ്രകൃതം. തന്നെ ഒരു മകളെ പോലെയാണ് അവർ കാണുന്നതെന്ന് പലപ്പോഴും ദേവക്ക് തോന്നിയിരുന്നു. സത്യത്തിൽ സ്വന്തം അമ്മയിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം ആ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സൗഭാഗ്യയിൽ നിന്നും മഹേശ്വരിയിൽ നിന്നും ദേവിക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. ആദ്യമുണ്ടായിരുന്ന ദേവയിൽ നിന്നും തീർത്തും മാറി. അവളിപ്പോൾ ആ വീട്ടിലെ എല്ലാവരുമായി ചിരിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ മഹേന്ദ്രന് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മുറിയിലേക്ക് പോവാറില്ല. രാത്രിയിൽ കിടക്കാൻ വേണ്ടി ദേവ മുകളിലെ മുറിയിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോഴാണ് സൗഭാഗ്യ ഒരു ജഗ്ഗിൽ വെള്ളവുമായി അവളുടെ അരികിലേക്ക് വന്ന്. മോളെ, മോൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ ജഗ്ഗൊന്ന് ഇന്ദ്രന്റെ മുറിയിലേക്ക് വെക്കാമോ? എനിക്കാണെങ്കിൽ കലശലായ മുട്ടുവേദന. സ്റ്റെപ്പ് കയറി അത് ചിലപ്പോൾ അധികമാവും. അതുകൊണ്ടാ. അതിനെന്താ അമ്മേ, ഇങ്ങനെ വന്നേക്കൂ, ഞാൻ വെച്ചോളാം സാറിന്റെ മുറിയിൽ. അതും പറഞ്ഞ ദേവ സൗഭാഗ്യയുടെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങി നേരെ മുകളിലേക്ക് കയറിപ്പോയി. ഒരു നിമിഷം സൗഭാഗ്യ ദേവ പോകുന്ന നോക്കി നിന്നു. പിന്നീട് അവർ തിരിഞ്ഞ് അവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ അവരുടെ ചുടിയിലൊരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. മഹേന്ദ്രന്റെ മുറിയുടെ മുമ്പിലെത്തിയതും ദേവക്കാകെ വല്ലാത്തൊരു പരവേശം തോന്നി. അത്രയും നേരമില്ലാത്തൊരു പരിഭ്രമം അവളുടെ മനസ്സിൽ ഉടലെടുത്തു. ഇപ്പോൾ ഏകദേശം 2 ദിവസത്തോളമായി മഹേന്ദ്ര സാർ പുറത്തേക്ക് ഇറങ്ങിയിട്ടെന്ന് അവൾ ഓർത്തു. ഇതുവരെയായിട്ടും താനൊന്നും ഇവിടേക്ക് തിരിഞ്ഞ് നോക്കിയില്ലല്ലോ എന്നോർത്തതും അവൾക്കും സങ്കടമായി. പക്ഷെ അതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരു നിമിഷം കൂടെ അവിടെ നിന്ന് ദീർഘശ്വാസം വലിച്ചുവിട്ട ദേവ പതിയെ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവൾ വാതിൽ തുറന്ന് മുന്നോട്ട് നോക്കിയതും മഹേന്ദ്രൻ വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കിയത് ഒരേ സമയമായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകളും നിളഞ്ഞു. അവൾ നോക്കുമ്പോൾ അവനെന്തോ പുസ്തകം വായിച്ചിരിക്കുകയാണ്. അത് പിന്നെ ഞാൻ വെള്ളം തരാൻ വേണ്ടി ഭാഗ്യമ പറഞ്ഞിട്ട് വന്നതാ. ആദ്യം അവന്റെ മുഖത്തേക്കും പിന്നെ താഴേക്ക് നോക്കിയിട്ട് അത്രയും പറഞ്ഞ് ദേവ മഹേന്ദ്രനെ തൊട്ടരികിലായി കാണുന്ന ടേബിളിന് മുകളിൽ വെള്ളം വെച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി.